നമസ്കാരം. ഫെബ്രുവരി മാസഫലത്തിൽ കുംഭൻ രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന അവിട്ടം, ചതയം, പൂരുരുട്ടാതി ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിലുണ്ടാകുന്ന ഗുണദോഷ പരിഹാര ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ നിങ്ങൾ ഏത് സാഹചര്യത്തിൽ ആയാലും വിജയം നേടും എന്നുറച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ വിജയവും കൊണ്ട് തന്നെ തിരിച്ചു വരുവാൻ സാധിക്കുന്ന മാസം തന്നെയാണ്. വിദ്യാർത്ഥികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഉറപ്പായും വിജയിക്കുവാൻ സാധിക്കും. ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. നിങ്ങൾ ഒരു കലാരംഗത്ത് പ്രവർത്തിക്കുക, കായിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറം നേട്ടങ്ങളും വിജയങ്ങളും അംഗീകാരങ്ങളും ബഹുമാനങ്ങളും നേടുവാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയായിരിക്കും. കൂടാതെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ നിങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ച നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു അത്യാവശ്യ സാഹചര്യങ്ങൾ നിങ്ങളെ പറ്റിക്കുവാൻ ഇടയുണ്ട്. സാമ്പത്തികപരമായിട്ടും മറ്റെന്തെങ്കിലും ആവശ്യത്തിനൊക്കെ താൻ കൂടെയുണ്ട്, പേടിക്കേണ്ട, ധൈര്യമായിട്ടിരുന്നു എന്ന് പറയുന്ന വ്യക്തികൾ ആ ഒരു സാഹചര്യം വരുമ്പോഴേക്കും നിങ്ങളെ പറ്റിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവുക. ഇല്ലാത്ത പക്ഷം ഒരു തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ മടിയും അലസതയും മാറ്റിവെച്ച് ഇറങ്ങി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധാരാളം നേട്ടവും അംഗീകാരവും ഉണ്ടാകും. പല കാര്യങ്ങൾക്കും മടി നിങ്ങളെ പുറകിലോട്ട് വലിച്ചുകൊണ്ടേയിരിക്കുന്നു. എത്ര തന്നെ നിങ്ങൾക്ക് കഴിവുണ്ട് എന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. നിങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചു വിടുന്ന പല കാര്യങ്ങളും മനസ്സിൽ കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ കഴിവുള്ള കാര്യങ്ങളിൽ അംഗീകാരവും ബഹുമാനവും ലഭിക്കാത്തത്. നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കുന്ന സമയം തന്നെയാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ ശ്രദ്ധാപൂർവ്വം ഒരു ജോലിയിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ ആ ജോലി ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ബിസിനസ് ചെയ്യുന്ന ആൾ ബിസിനസ്സിൽ തന്നെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. മറ്റ് ചില വേണ്ടാത്ത ചിന്താഗതികൾ മനസ്സിൽ കൊണ്ട് നടന്ന് നിങ്ങൾക്ക് പരാജയവും നഷ്ടവും വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവർ പറ്റിക്കപ്പെടുന്ന വ്യക്തി ആകാതിരിക്കുക. മറ്റുള്ളവർ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി നിങ്ങൾ നിന്നു കൊടുക്കാതിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. വ്യക്തമായിട്ട് തന്നെ നമുക്കതറിയാൻ സാധിക്കും അയാളെന്നെ പറ്റിക്കുക, അല്ലെങ്കിൽ അയാളെ എല്ലാവരെയും വിശ്വസിക്കുന്ന വ്യക്തിയാണ്, പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ജീവിതത്തിൽ എങ്ങനെയോ ആകട്ടെ, എന്നാൽ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുക. സ്വപ്നങ്ങൾ കണ്ടാൽ മാത്രമേ നമുക്ക് വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ, അധ്വാനിക്കുവാൻ സാധിക്കുകയുള്ളൂ, നേടണമെന്നുള്ള ചിന്ത ഉണ്ടാകുകയുള്ളൂ. വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 5 വർഷം കഴിഞ്ഞ് എന്താകുമെന്ന് സ്വപ്നം കണ്ട് അതിനുവേണ്ടി ഇപ്പോഴേ പ്രയത്നിക്കുക. ഒരു ബിസിനസ് മാൻ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ കമ്പനി വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ എൻ്റെ ബ്രാഞ്ചുകൾ തുടങ്ങുക എന്നാലോചിച്ച് ചെയ്യുക. ജോലിയിലുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷനിലെത്തുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഉദ്യോഗസ്ഥൻ നിൽക്കുന്ന പോസ്റ്റിൽ നിൽക്കുക എന്ന് പറഞ്ഞ് സങ്കല്പിച്ച് ജോലി ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് വിജയം, അംഗീകാരം, നേട്ടങ്ങളും എല്ലാം ഉണ്ടാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു മാസത്തിൽ നിങ്ങൾ ശ്രീധർമ്മശാസ്താവിന് അല്ലെങ്കിൽ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും. സ്വാമിയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. നേട്ടങ്ങളും അംഗീകാരങ്ങളും വിജയങ്ങളും നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും.